എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി മറക്കുന്നത് എന്തിന്, ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് തന്നെയാണോ ആ വ്യക്തി പുറമെ കാണിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. ആ വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ ഈ ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ ഈ ഫയൽ സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി എന്തിനാണ് നിങ്ങളോടുള്ള സ്നേഹം മറക്കുന്നത്? ആ വ്യക്തി പുറമെ കാണിക്കുന്നത് തന്നെയാണോ ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്നാണ് നാം നോക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് സത്യവുമാണ്. ആ വ്യക്തി മുൻപ് ഒരുപക്ഷെ നിങ്ങളെ ആഗ്രഹിച്ചതുപോലെ സ്നേഹിച്ചിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ അമിതമായോ അല്ലെങ്കിൽ ആവശ്യത്തിന് പോലും സ്നേഹിക്കുന്നില്ല. നിങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനോ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനോ ഒന്നും ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് കേവലം ഇപ്പോൾ നിങ്ങളെ ചിന്തിച്ച് കൂടുതൽ സമയം കളയാൻ പോലും ആ വ്യക്തി തയ്യാറല്ല. ജീവിതത്തിൻ്റെ മറ്റ് തിരക്കുകളിലേക്ക് ആ വ്യക്തി സഞ്ചരിക്കുകയാണ്. ആ വ്യക്തിയുടെ അത്തരത്തിലുള്ള സഞ്ചാരം, ആ വ്യക്തിയുടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ, അത് ഒന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എപ്പോഴും ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്, എപ്പോഴും ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് കരുതിപ്പോരുന്നത് എന്താണെന്ന് പോലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോഴൊക്കെ നിസ്സംഗമായ ഒരു മൗനം ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു. ചിലപ്പോഴൊക്കെ ആ വ്യക്തി ഒന്നിനെക്കുറിച്ചും പറയാതെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, എന്തുകൊണ്ടാണ് സ്നേഹമാണെങ്കിൽ ഇത്തരം സ്നേഹപ്രകടനങ്ങളില്ലാതെ കടന്നു പോകുന്നത്? അത് ആ വ്യക്തിക്കറിയാം. നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം അനുസരിച്ച് സ്നേഹിച്ചാൽ അത് ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ചില ആളുകൾ, ആ വ്യക്തിയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ, അവർ നിങ്ങളെ അവരുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്, ഒരിക്കൽ പോലും നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിക്കറിയാം. നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയോ നിങ്ങളോട് കൂടുതൽ അനുഭാവം കാണിക്കുകയോ അത് പുറമെ അറിയാനിടയാകുകയോ ചെയ്താൽ നിങ്ങളെ അപായപ്പെടുത്തുന്നവർ വരെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് കാണിക്കാതെ നിൽക്കുകയാണ്. കൃത്യമായ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കും. നിങ്ങൾ കൂടുതൽ പരാതി പറയുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ആ വ്യക്തിയെ വിഷമിപ്പിക്കുമ്പോഴോ ആ വ്യക്തി ഇത് തന്നെ തുറന്ന് പറയാനും ഇടയുണ്ട്. അതായിട്ട് ഈ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. ഇവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, അത് പുറമെ കാണിക്കാനും അറിയാം. നിങ്ങളോടത് കാണിക്കുന്നുമുണ്ട്. പക്ഷേ ചില അവസരങ്ങളിൽ അവർ അവരുടെ സ്വഭാവം മാറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് അവർ നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് മറ്റു ചിലരോട് മറച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളോട് മറച്ചു വച്ചിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ ആ വ്യക്തികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തതിനാൽ ആ താല്പര്യം ഇല്ലായ്മ ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരെ വെറുപ്പിക്കേണ്ട, അവരിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളോ അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹമോ ഇല്ലാതാക്കണ്ട എന്ന് കരുതി ചില ആളുകളുടെ മുമ്പിൽ നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെക്കുന്നു. അതിൽ ഒരു ഇരട്ടത്താപ്പ് ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ചില വ്യക്തികളോട് അനാവശ്യമായ ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നു. ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലാത്തപ്പോൾ അല്ലെങ്കിൽ അത്തരം വിലക്കിയിട്ടുള്ള ആളുകളുടെ മുമ്പിലോ സാഹചര്യങ്ങളിലോ ഇടങ്ങളിലോ എത്തുമ്പോൾ നിങ്ങളോട് ഒരു അകൽച്ച ആ വ്യക്തി കാണിക്കുന്നു. ഇത് കാണുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളോട് ഇത്തരമൊരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവാം. അതായത് ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത, ആരെയും
അലോസരപ്പെടുത്താത്ത, കൃത്യമായി നോ എന്നോ യെസ് എന്നോ തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ ഉള്ള ചങ്കൂറ്റം കാണിക്കാത്ത നിലയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. എല്ലാവരെയും സൂചിപ്പിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ കുറേ പ്രതിസന്ധികളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ മനസ്സിൽ വിഷമം തോന്നും. നിങ്ങൾ ആ വ്യക്തിയോട് നേരിട്ട് പറയുകയാണെങ്കിൽ തന്നെ ആ വ്യക്തി അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ചില ആളുകൾ, ചില സാഹചര്യങ്ങൾ, അതിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളെ താൽക്കാലികമായിട്ട് ചില ഘട്ടങ്ങളിൽ വിലക്കുക, നിങ്ങളോട് സ്നേഹക്കുറവ് കാണിക്കുക, നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക, അത്തരം ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ള ആ വ്യക്തിയുടെ ഒരു വ്യാമോഹമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നന്മയും സ്നേഹവും അറിയാം. പക്ഷേ അതവിടെ ഇരിക്കട്ടെ എന്നുള്ള ധാരണയിലാണ് ആ വ്യക്തി പോകുന്നത്. പക്ഷേ അത് ആ വ്യക്തിക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. ആ വ്യക്തിക്ക് ആ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് കണ്ടറിയാനും കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.